ഇന്നലെ വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ അറിഞ്ഞ് മമ്മി ഹോസ്പിറ്റലിലാണ്. ഒരു മൈൽഡ് അറ്റാക്ക് വന്ന് മമ്മി ICUലാണ്. അപ്പം ഞാനും എൻ്റെ ബ്രദറിൻ്റെ വൈഫും എൻ്റെ സിസ്റ്ററും കൂടി മമ്മീനെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ പോയി. ഞാൻ കാസക്കിലല്ല. എൻ്റെ ചേട്ടൻ കയറാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ സമയം കഴിഞ്ഞു പോയി കയറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറിൻ്റെ പരിചയമുണ്ട്. ഞാനപ്പോൾ തന്നെ ഫോൺ ചെയ്തു. 2 മിനിറ്റ് കഴിഞ്ഞില്ല, അവരെന്നെ വിളിച്ചു. ഞാൻ ICUയിൽ കയറി മമ്മിയായിട്ട് കുറച്ച് നേരം സംസാരിച്ച് ഞാൻ പുറത്തു വന്നു. ഞാനൊരു വൈദികനായതിൻ്റെ പ്രിവിലേജ് എനിക്ക് കിട്ടി. എനിക്ക് ആ ഡയറക്ടറെ പരിചയമുള്ളതുകൊണ്ട് സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടി. ഇന്ന് രാവിലത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ എനിക്ക് ആ സ്പെഷ്യൽ കൺസിഡറേഷൻ ഒരു സങ്കടമായിട്ട് തോന്നി. ഈശോ പത്രോസിനോട് പറയാണ്, ഈ ദേവാലയം എൻ്റെ അപ്പൻ്റെയാണ്, ഞാൻ ടാക്സ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവർക്ക് ഒഫൻസ് ആകാതിരിക്കാൻ വേണ്ടി നീ ആ ടാക്സ് കൊടുത്തേക്ക്. ഞാൻ ഇന്നലെ ICUയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വേറെ കുറച്ച് പേര് ബൈസ്റ്റാൻഡേഴ്സ്, റിലേറ്റീവ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ കരുതിയിട്ടുണ്ടാവും, ഇയാളേതാണ്, ഇയാൾക്കെന്ത് ഇത്ര പരിഗണന. അവർ ഒഫൻഡഡ് ആയിട്ടുണ്ട്, അവർക്കത് സങ്കടമായിട്ടുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാവട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ചു, മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. മരണം വരെ, അത് കുരിശു മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഈശോ ആഗ്രഹിക്കാത്ത പരിഗണന എന്തിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്?